ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യില്ല എന്ന് ദൈവത്തോട് നാം ഉറപ്പൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിന് നല്ല ആശ്വാസമൊക്കെ ഉണ്ടാകും. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നാം ഒരുപാട് ശ്രമിക്കും. ചിലപ്പോൾ 3 ദിവസം അല്ലെങ്കിൽ ഇനി ഒരുപക്ഷെ ഒരാഴ്ച വരെ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ആ പാപം തന്നെ പിന്നെയും ചെയ്യും. പക്ഷേ ആ പാപം തന്നെ പിന്നെയും ചെയ്യുന്ന സമയത്ത് അതിലൊരു വ്യത്യസ്തത ഉണ്ടാകും. ഈ പ്രാവശ്യം മനസ്സിൽ കുറ്റബോധം തോന്നില്ല. നീ ഒരു വഞ്ചകനാണ് എന്നൊരു തോന്നൽ ഉള്ളിൽ വരും. മനസ്സിൽ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് എന്നല്ല പറയുന്നത്. നീ ശരിക്കും ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ നീ ഇത് ചെയ്യില്ലായിരുന്നു. ദൈവം ശരിക്കും നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാപം ചെയ്യില്ലായിരുന്നു എന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ കാരണം എൻ്റെ ഉള്ളിലെ ഈ പോരാട്ടം ഞാൻ യുദ്ധം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണോ, അതോ ഈ പാപം ഞാൻ ശരിക്കും ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണോ എന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. ഈ പാപം കാരണം മനസ്സിലുണ്ടാകുന്ന ആ ഭയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. നിങ്ങൾ കുഴപ്പത്തിലായി എന്നത് മാത്രമല്ല, ഇത് മരവിപ്പാണ് എന്നതാണ് സത്യം. ഞാൻ പാപം ചെയ്തു എന്നിട്ട് മനസ്സിൽ കരയാനായിട്ട് പ്രേരണ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കാറുണ്ട്. ഒരു പ്രാവശ്യം പാപം ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രഹസ്യം മറച്ചുവെച്ച് ഞായറാഴ്ച ആരാധനാ ഗാനങ്ങളൊക്കെ പാടുന്ന ഒരു കപട വിശ്വാസിയെ പോലെയാണ് ഇപ്പോൾ നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നാം. ക്ഷമ ചോദിക്കുന്നത് കേട്ട് ദൈവം തന്നെ മടുത്തു കാണും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ ക്ഷമ ചോദിച്ച് നിങ്ങൾ തന്നെ മടുത്തു കാണും എന്നതാണ് സത്യം. പക്ഷേ ഇതിനകത്തൊരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ശരിക്കും മടുത്തു പോയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണില്ലായിരുന്നു. പാപത്തിന്റെ പോരാട്ടത്തെക്കുറിച്ച് ബൈബിൾ ശാസ്ത്രം ഇതാണ് പറയുന്നത്. ഒരു മരിച്ച ശവം പോരാടുന്നില്ല. ഒരു മൃതദേഹം നദിയിലൊന്ന് ഇട്ട് നോക്കിക്കേ, ആ നദിയുടെ ഒഴുക്കിനനുസരിച്ച് ആ മൃതദേഹം ഒഴുകിപ്പോകും. ആ മൃതദേഹം ഒരിക്കലും ആ ഒഴുക്കിനെതിരെ പോരാടുന്നില്ല. ജീവനുള്ള ഒരു കാര്യം മാത്രമാണ് ഒഴുക്കിനെതിരെ നീന്തുന്നത്. നിങ്ങൾ മടുത്തു കാണാൻ സാധ്യതയുണ്ട്, എന്നാൽ അത് തന്നെ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ശരിക്കും ആ പാപം വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഞരങ്ങുന്നത്. ആത്മീയമായി മരിച്ച ആളുകൾ അവർ ചെയ്യുന്ന പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല. അവർ അങ്ങനെ പാപം ചെയ്യുന്നു എന്നും പറഞ്ഞ് അവരുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവർ പാപത്തിനെതിരെ പോരാടുന്നത് നിർത്തി. പക്ഷേ ഒരു കാര്യം പറയാം, പാപം നമ്മെ വളരെ വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ദൈവത്തിൻ്റെ ആ വലയത്തിൽ തന്നെയാണ്. പാപത്തിനെതിരെ പോരാടുക. ബൈബിൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് റോമർ 7:19 പറയുന്നു, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഇതൊരു പുതിയ വിശ്വാസിയല്ല പറയുന്നത്. പുതിയ നിയമത്തിന്റെ പകുതി ഭാഗവും എഴുതിയ പൗലോസാണ് ഇത് പറയുന്നത്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ല അവൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതാണ്. പൗലോസിന്റെ ഈ ഒരു ബുദ്ധിമുട്ട് അവൻ പാപത്തിൽ വീണുപോയി എന്നല്ല കാണിക്കുന്നത്. ജഡം എല്ലാ സമയത്തും നിലനിൽക്കുന്നുണ്ട് എന്നത് തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഇനി അതിനല്ല പരമാധികാരം. യുദ്ധമുള്ളത് സത്യമാണ്, പക്ഷെ ഫലം അറിയാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ ഇനി ആയിരിക്കണമെന്നില്ല. പാപം നിങ്ങൾക്കെതിരെ പോരാടുന്നുണ്ടാകാം, പക്ഷേ ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, പിന്നെ എനിക്കെന്താ ഇത് നിർത്താൻ പറ്റാത്തത്? പരിശുദ്ധാത്മം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ശീലം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ. ഇതിന്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ പാപത്തെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുന്നു. പക്ഷെ ദൈവം ഹൃദയത്തിന്റെ ചലനത്തെയാണ് ആഗ്രഹിക്കുന്നത്. പാപത്തിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ പാപത്തെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ശ്രദ്ധിക്കരുത്, അങ്ങനെ നോക്കരുത്, അതിൽ ക്ലിക്ക് ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ മനസ്സിന്റെ നിയമം തികച്ച വ്യത്യസ്തമാണ്. നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാലും മനസ്സിൽ കുറച്ച് സമയം അതുണ്ടാകും. ഒരു ചുവന്ന കാറിനെ കുറിച്ച് ചിന്തിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ആ സമയത്ത്? ചുവന്ന കാർ അല്ലേ? ഇങ്ങനെയാണ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കല്ലേ, ചെയ്യല്ലേ എന്ന് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നത്. നിയമം പാപത്തെ ഉത്തേജിപ്പിക്കുന്നു, ദൈവത്തിന്റെ കൃപ സ്നേഹത്തെ ഉത്തേജിപ്പിക്കുന്നു. ഒരു തൂമ്പ ഉപയോഗിച്ച് റൂമിനകത്തുള്ള ഇരുട്ട് മാറ്റാൻ പറ്റില്ല, അതിനകത്ത് ലൈറ്റ് കത്തിക്കണം. അതേപോലെ തന്നെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ പുറത്താക്കാൻ പറ്റില്ല. അതിനെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഉപയോഗിച്ച് തന്നെ അതിനെ പുറത്താക്കണം. മോഹിക്കുന്നത് തെറ്റാണ് എന്നും പറഞ്ഞ് നിങ്ങൾ മോഹിക്കാതെ ഇരിക്കുന്നില്ല. നിങ്ങൾ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് മോഹിക്കാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പോലും ഓർക്കാൻ സമയമില്ലാത്ത രീതിയിൽ നിങ്ങൾ കുറ്റബോധത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് കെണി. നിങ്ങൾ കുറച്ചു കാലം വിഷമിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ പിന്നെയും വിശ്വസിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വിഷമത്തെ അല്ലെങ്കിൽ കുറ്റബോധത്തെ പ്രതിഫലമായി ഉപയോഗിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നു, നിങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ ഞാൻ യോഗ്യനല്ല എന്നും പറഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വിനയമല്ല, ഇത് അഹങ്കാരമാണ്. ഞാൻ ആദ്യം ചെയ്ത പാപത്തിന് യേശുവിൻ്റെ രക്തം മതിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്ത ഈ പാപത്തിന് ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചാലേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. റദ്ദാക്കിയ പാപക്കടത്തിൻ്റെ അതേ കടം പിന്നെയും വീട്ടാൻ നിൽക്കരുത്.
പാപമെന്ന് പറയുന്നത് ഇരുട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലജ്ജ വെളിച്ചത്തെ കെടുത്തിക്കളയും. മത്തായി 12 ഒന്ന് ശ്രദ്ധിച്ചേ. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയില്ല. ചതഞ്ഞ് പുകയുന്ന കഷ്ടിച്ച് കത്തുന്ന കാര്യങ്ങൾ അത് നിങ്ങളാണ്. മതം പൊതുവെ പറയാറുള്ളത് അത് ഊതികള, അതിന് ഉപയോഗമില്ല എന്നാണ്. പക്ഷേ യേശു പറയുന്നത് ആ തീ കെട്ടുപോകാത്ത രീതിയിൽ അതിനെ എങ്ങനെ മറച്ചു പിടിക്കണം എന്ന് എനിക്കറിയാം എന്നാണ്. ഇതുപോലുള്ള പ്രേരണകൾ വരുമ്പോഴോ ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ വരുമെന്ന് വിചാരിച്ചോ, എന്തു ചെയ്യും? ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ഓടി അകലരുത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക. ശുദ്ധി ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അവൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ശത്രു വിചാരിക്കുന്നത്. എന്നാൽ എത്ര അഴുക്കുണ്ടെങ്കിലും ക്രൂശിലേക്ക് കൊണ്ടുവരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത് പോരാട്ടമില്ലാത്തൊരു സാഹചര്യമല്ല, അത് പുരോഗതിയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ പൂർണ്ണരല്ല എന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ സ്ഥലത്തല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നത് ആദ്യം ഓർക്കുക. നിങ്ങൾ വീണു, ശരിയാണ്, പക്ഷേ സ്വർഗീയ അപ്പൻ നിങ്ങൾ വീണതിനെയല്ല നോക്കുന്നത്. അപ്പൻ നിങ്ങളുടെ കൈകളിലേക്കാണ് നോക്കുന്നത്. വീണ്ടും നിങ്ങളുടെ കൈ അപ്പനിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അപ്പൻ അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ചിന്തയെ നമുക്കിപ്പോൾ തന്നെ ഇല്ലാതാക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ട് ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് ഡിപ്രഷനിലാകണം എന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. അതിനെ ആദ്യം നമുക്ക് പൊളിച്ചെടുക്കാം. വിജയിക്കാനല്ല, വിജയത്തിൽ നിന്നാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ഇങ്ങനെ എഴുതിക്കേ, ഏത് സമയത്തും എൻ്റെ സ്വർഗീയ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന്. ആ ഒരു ഉറപ്പ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഒരു മരിച്ച ശവം സംസാരിക്കില്ല, പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ഉറപ്പോടെ ഇരിക്കുക, അപ്പൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.